എനിക്ക് കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് കാണാൻ വേണ്ടി, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ചില സമയത്ത് പറയും കേട്ടോ. വീടെടുത്തെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യണം അങ്ങനത്തെ ഒരു മൈൻഡൊന്നും എനിക്കില്ല. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻസിനെ കുറിച്ചിട്ടല്ല, എന്നാലും അതിൽ ചെറിയ എത്ര മന്തായി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ ഞാൻ ഈ പ്രഗ്നൻസിയിൽ തന്നെ പുതിയ വീടെടുത്ത് ഒറ്റയ്ക്ക് മാറാനുള്ള കാരണങ്ങളെന്നല്ല, എന്തിനാണ് അങ്ങനെ ഒറ്റയ്ക്ക് മാറിയത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്കുള്ളൊരു മറുപടി എന്നല്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലെങ്ത്തുള്ള വീഡിയോ എടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായി. പക്ഷേ എനിക്കറിയാമല്ലോ ഗൈസ്, ഞാൻ പിന്നെ ഫേമസ് ഒന്നുമല്ല, എൻ്റെ വീഡിയോസ് അങ്ങനെ ആൾക്കാർ കാണാറില്ല, കണ്ടെങ്കിൽ തന്നെ ആരും കമൻറ്റ് ചെയ്യാറുമില്ല വീഡിയോക്കൊന്നും. അത്യാവശ്യം ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് രാവിലെ എത്ര മന്തായി എന്നിട്ടൊരു കമൻറ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്തെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഒരു കമൻറ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്, കാരണം എന്നെ പോലത്തെ ആൾക്കേ അത് സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ലെങ്ത്തിൽ വീട്ടിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പ്രഗ്നൻസിയിൽ പരം അറിയാതിന് അതിനെക്കുറിച്ചിട്ട് വീഡിയോ ഇടണമൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായി. പക്ഷേ എൻ്റെ ഒരു വീഡിയോ എത്രത്തോളമാണെന്ന് ആരും കാണാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചൊന്നും അത് കേട്ടിട്ടുണ്ടാവില്ലല്ലോ എന്തായാലും, സ്വാഭാവികമായിട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ച്. ആദ്യം ഞാൻ വിചാരിച്ച് ഡെലിവറി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്നാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിന് ഡെലിവറി കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ, ഇപ്പോൾ എടുത്തിട്ട് എനിക്ക് വേണമെങ്കിൽ അത് അപ്പം വേണമെങ്കിൽ പബ്ലിക് ചെയ്യാം, ഇപ്പോൾ വേണമെങ്കിൽ പബ്ലിക് ചെയ്യാം, എടുത്ത് അവിടെ അൺലിസ്റ്റിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞാൽ എനിക്ക് ടൈം കിട്ടുമെന്ന് അറിയില്ല, കാരണം ഷെൻഡ്യൂൾ സ്കൂള് കുഞ്ഞ് ഇൻഷാ അല്ലാഹ് അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, ആദ്യം ഡെലിവറി കഴിയിട്ടെന്നിട്ട് ഞാൻ പറയുന്നത്, എന്തായാലും ആ ടൈം എന്തായാലും ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ ടൈം കിട്ടില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം പ്രഗ്നൻസിനെ കുറിച്ച് 2-3 വാക്കുകൾ സംസാരിക്കാം. അപ്പോൾ എനിക്കിപ്പം എത്ര മന്തായി എന്ന് ചോദിച്ചാൽ, നമുക്കിപ്പം 9ാമത്തെ മാസം ഇന്നലെ മിനിഞ്ഞാന്ന് സ്റ്റാർട്ടായതാണ് കേട്ടോ. സ്റ്റാർട്ടായ എനിക്ക് തോന്നുന്നു പൊതുവെ എല്ലാവരും ഈ ഓരോ മാസം കണക്കാക്കുന്നത് നോർമലി ലാസ്റ്റ് മെൻസസ് പീരീഡ് ഡേറ്റ് വെച്ചിട്ടാണ് സാധാരണ ആൾക്കാർ, ഇപ്പോൾ അല്ല മുന്നേ അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് എല്ലാവരും കണക്കാക്കി. ഇപ്പം എനിക്ക് ലാസ്റ്റ് മെൻസസ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 18 അപ്പോൾ ഓരോ മാസം 18-ാം തീയതി വരുമ്പം ആണ് ഓരോ ആൾക്കാരും പുതിയ മാസം തുടങ്ങുന്നതായിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഞമ്മും പണ്ടങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഷെൻസോൻ്റെയും ഞാൻ ആപ്പൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഇത്ര വീക്കായി എന്നൊക്കെ കാണിക്കും. പക്ഷേ ശരിക്കും അങ്ങനെയല്ല കേട്ടോ, ഓരോ മാസം സ്റ്റാർട്ട് ചെയ്യുന്നത് കണക്കാക്കുന്നത് അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു ഡേറ്റ് വെച്ചിട്ട് 4 ആഴ്ച, അതായത് ഒരു മാസം, ആ ഡേറ്റ് മുതൽ 4 ആഴ്ച ആകുമ്പോൾ അടുത്ത മാസം ഏത് ഡേറ്റാണ് വരുന്നത് അന്നാണ് നമുക്ക് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അത് ഓരോ ട്രൈമസ്റ്ററിൻ്റെ ലാസ്റ്റത്തെ മാസം ഒരാഴ്ച കൂടുതലുണ്ടാവും, 5 ആഴ്ച ഉണ്ടാവും. അത് ഞാൻ ആ ആപ്പിൽ കണ്ടതാണ്. എന്താണ് ഇപ്പോൾ ഫസ്റ്റത്തെ 3 മാസത്തിൽ ഫസ്റ്റത്തേൽ 4 ആഴ്ച കറക്റ്റ്, രണ്ടാമത്തേത് 4 ആഴ്ച കറക്റ്റ്, പിന്നെ ആ ട്രൈമസ്റ്റർ കഴിയുന്ന ലാസ്റ്റത്തെ മാസത്തിൽ ഒരാഴ്ച എക്സ്ട്രാ ഉണ്ടാവും. അത് ഞാൻ ആപ്പിൽ അങ്ങനെ കണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ മന്തും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ നമ്മളെ സ്കാനിങ് റിപ്പോർട്ടിൽ കറക്റ്റ് എത്ര വീക്കായെന്ന് കാണിക്കും. അപ്പോൾ അതും നമ്മൾ ആ ആപ്പ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസം വ്യത്യാസം ഉണ്ടാവും, കാരണം സ്കാനിങ്ങിൽ കറക്റ്റ് ആയിരിക്കും, ആപ്പിൽ നമ്മൾ ആ ഡേറ്റ് വെച്ച് നോക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ മാസമായെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം എനിക്കിപ്പോൾ പണ്ടത്തെ നമ്മൾ അങ്ങനെ ഡേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ മെയ് 18-ന് 9ാം മാസം സ്റ്റാർട്ടായി. പക്ഷേ ശരിക്കും അങ്ങനെയല്ല, എനിക്ക് 28-നാണ് കറക്റ്റ് ആപ്പ് വെച്ച് പറയുകയാണെങ്കിൽ, ശരിക്കുള്ള കാൽക്കുലേഷൻ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. മെയ് 28-ന് എനിക്ക് 9ാമത് സ്റ്റാർട്ടായിട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ജൂൺ 25-നാണ് ഡെലിവറി ഡേറ്റ് വരുന്നത്. അപ്പോൾ അതിനുള്ളിൽ എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം, ഡേറ്റ് അന്നാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ 7 പെരുന്നാളൊക്കെ അല്ലേ. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ മനസ്സിലായാലും എനിക്ക് 9ാം മാസം, അതായത് 36 വീക്ക് സ്റ്റാർട്ടായിട്ട് എനിക്ക് 3 ദിവസമായി, 29, 30 അങ്ങനെ. ഓക്കെ, അത്രയാണ് പ്രഗ്നൻസിനെ കുറിച്ച് പറയുന്നത്. പ്രഗ്നൻസിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അത് ഞാൻ പറഞ്ഞ പോലെ
വീഡിയോ എടുത്ത് വെച്ചില്ലെങ്കിൽ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് മാത്രമേ പബ്ലിക് ആക്കുകയുള്ളൂ കേട്ടോ. കാരണം അത്രയും വളരെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി നമുക്കിപ്പോൾ പ്രഗ്നൻസിനെ കുറിച്ചുള്ള എത്ര മന്തായാലും ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ഞാൻ കാണിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കാഞ്ഞങ്ങാട് പത്മ പോളിക്ലിനിക്കിലാണ്. രേഷ്മ സുവർണ എന്ന് പറഞ്ഞ ഡോക്ടറാണ്, ഗൈനക്കോളജിസ്റ്റിനാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ആ ഡോക്ടർ ഭയങ്കര കംഫർട്ടബിളാണ്, നല്ല ബിഹേവിയറാണ് നമ്മളോട്. മോളെ എന്നൊക്കെ വിളിച്ചാൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ അവിടെയാണ് ഞാൻ കാണിക്കുന്നത്. ഷെൻജുവിനെ ആ ഡോക്ടറിനെ എന്നെ കാണിച്ചത്. അതുകൊണ്ട് എനിക്ക് വേറെ ഡോക്ടറെ കാണിക്കാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ പ്രഗ്നൻസിയിൽ ഒറ്റക്ക് പരെടുത്ത് മാറിയത്. ഒറ്റക്ക് പരെടുത്ത് മാറിയെന്ന് വെച്ചാൽ എല്ലാവരും ആഗ്രഹമാണല്ലോ പരെടുക്കുക എന്നുള്ളത്, അല്ലേ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ സ്വന്തമായിട്ട് പരെടുക്കുക എന്നുള്ളത്. അപ്പം ഇക്ക നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഷെൻജുവിനെ പ്രസവിച്ച പാട് 10 ദിവസമാണ് ഇക്ക നാട്ടിലുണ്ടായത്. പിന്നെ ഇക്ക പോയിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ്, അതായത് ഷെൻജുവിന് 2 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇക്ക നാട്ടിലേക്ക് 2 വയസ്സും 2 മാസമായപ്പോഴാണ് ഇക്ക തിരിച്ച് നാട്ടിലേക്ക് വന്നത്. അപ്പം നാട്ടിൽ വന്ന് മാർച്ചിലാണ് നമ്മൾ പുരക്ക് കുറ്റിയടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കുറേ നമ്മൾ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. എവിടെ പുര എടുക്കണം, ഇക്കാരുടെ അടുത്തെടുക്കണം, അല്ല ഇവിടെ എടുക്കണം, അങ്ങനെയൊക്കെ കുറേ നമ്മൾ ചർച്ചകളൊക്കെ ഉണ്ടായിന്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞാണ് ശരിക്കും ഇവിടെ പുര എടുത്തേട്ടാ. എല്ലാ സ്വാഭാവികമായിരിക്കും പെൺകുട്ടികൾക്ക് അവർ ഉമ്മാരെ പുരൻ്റെ അടുത്തെടുക്കണം എന്നായിരിക്കും എല്ലാ മക്കൾക്കും, എല്ലാ പെൺമക്കൾക്കും ആഗ്രഹം അങ്ങനെ ആയിരിക്കും. ഭൂരിപക്ഷം ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കുമല്ലേ. അപ്പോൾ അതുപോലെ സ്വാഭാവികമായിട്ട് എനിക്കും അങ്ങനെയായിരുന്നു ആഗ്രഹം. ഉമ്മാരെ പറഞ്ഞെടുത്ത് വരെടുക്കുക, ഉമ്മ അപ്പുറം രാമ, അപ്പുറം ചെറിയ ലാസ്റ്റത്തുമ്മരനിയത്ത് ആമാനെ. പക്ഷേ എൻ്റെ 2 വയസ്സിൻ്റെ മൂത്തതായതുകൊണ്ട് ആമ ഒന്നും വിളിക്കാറില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഇവരൊക്കെ ഇങ്ങനെ അടുത്തുണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഓക്കെ, എന്തിനാന്ന് വെച്ചാൽ ഒരു സമാധാനം എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടല്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വളരെ അത്യാവശ്യം വരികയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ അവരുണ്ടാവുമല്ലോ എന്നുള്ളൊരു എന്ന് വെച്ചിരിക്കാൻ്റെ ആടുന്ന് ആരും ഉണ്ടാവില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമുക്കൊരു ഇതുണ്ടാവില്ല, നമ്മൾ ഉമ്മ എന്ന് പറയുമ്പം എന്തായാലും അതിലൊരു ഇതുണ്ടാവില്ലേ. പക്ഷെ ഞാനൊരിക്കലും അങ്ങനെ എൻ്റെ ഫുൾ ടൈം എന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ടൈമും വന്ന് എന്നെ നോക്കണം, എല്ലാ ടൈമും എന്നെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയല്ല കേട്ടോ. അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാം, അങ്ങനെയല്ല. പിന്നെ വെച്ചാൽ ഈ പ്രഗ്നൻസിയിൽ തന്നെ ഞാൻ ഒറ്റയ്ക്ക് കുറച്ചുണ്ടായിന്. എനിക്കെന്താ കെട്ടിക്കാനായ മോളുണ്ട് ഇത്ര നേരത്തെ പരെടുത്ത് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിന്. പിന്നെന്താണ് പിന്നെ കുറേ ആൾക്കാർ നല്ലതും പറ്റുന്നുണ്ടല്ലോ, മാഷാ അല്ലാ ഇത്ര ചെറുപ്പത്തിൽ പറയാലും ഇങ്ങനെയാണെന്ന് വേണ്ടതെന്നും അങ്ങനെയും പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെന്താണ് നമ്മളിങ്ങനെ ഫിനിഷ് ആക്കിയിട്ടുണ്ടായിട്ടില്ല, സ്റ്റെയറൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അത് അതിൽ ഫിനിഷായി എന്തിനിങ്ങനെ തിരക്കിട്ടിട്ട് കയറിയതിന്. പിന്നെ ഈ പ്രഗ്നൻ്റ് ആയപ്പോൾ തന്നെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് കയറിയാൽ പോരെ, പ്രഗ്നൻസിയിൽ ബുദ്ധിമുട്ടല്ല ഒറ്റയ്ക്ക് ഒരു നിൽക്കാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ, അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒന്നാമത് ഏറ്റവും നല്ലത് ഈ ചെറുപ്പകാലം ഉള്ളപ്പോൾ തന്നെ. അപ്പോൾ നിങ്ങളായിരിക്കും എല്ലാവർക്കും അത് സാധിക്കണം എന്നില്ലല്ലോ എന്ന് വിചാരിക്കും. ശരിയാണ്, എല്ലാവർക്കും സാധിക്കണം എന്നില്ല. അൽഹംദുലില്ലാ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വിചാരിച്ചാൽ പറ്റും എന്നാണ് പറയേണ്ടത്. നമ്മൾ മനസ്സ് വെക്കുകയാണെങ്കിൽ എല്ലാം നടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ളപ്പോൾ തന്നെ എന്തിനാണ് പരെടുത്ത് മാറിയത്. അപ്പോൾ ഇക്കാക്ക് പുര നമ്മൾ എടുത്ത് വെച്ച് വാർപ്പെല്ലാം കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഈ സെക്കൻഡ് പ്രഗ്നൻസി ആയപ്പോഴാണ് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡ് ഇക്കാക്ക് വന്നത്.
വേഗം കൂടിയിരുന്നാലോ എന്നുള്ളൊരു മൈൻഡ്. പുതിയ ബേബിൻ്റെ ബ്ലെസ്സിങ് കൊണ്ടാണോ എന്താണെന്നറിയില്ല, മാഷാ അല്ലാ. അങ്ങനെയാണ് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത്. അപ്പം കൂടിയിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരോടും ഇങ്ങനെ പറയുമ്പോൾ മിന്നാന്ന് വരെ പല തേച്ചിട്ട് പോലും ഉണ്ടായിട്ടില്ലല്ലോ, ഇത് ഇത്ര വട്ടം കൂടിയിരിക്കില്ല, അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പണിയും നടക്കുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നെല്ലാം കുറേ ആൾക്ക് അത്ഭുതമായിട്ടുണ്ട് പര കൂടിയിരുന്നെന്ന് കേട്ടപ്പോൾ. മാഷാ അല്ലാ. പിന്നെന്താണ്, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രഗ്നൻസീൻ്റെ അല്ല, ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ അതിന് ഫുള്ള് വിശദീകരിച്ച് പറയാം. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ് ഗൈസ് മറന്നു. അപ്പോൾ രണ്ടാമത് ഏകദേശം പിന്നെ നമ്മൾ സ്റ്റാർട്ടെല്ലാം ചെയ്ത സമയത്ത് തന്നെ പിന്നെ കുറച്ച് 2-3 മാസമായിട്ട് നോമ്പാവാനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്ക് ഇങ്ങനെ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുരക്കേക്ക് പുതിയ പുരയെടുത്ത് മാറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിന്. നോമ്പ് തുടങ്ങിയതിന് മുമ്പ് എന്തായാലും പുതിയ പുരക്ക് കയറണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിന്. അപ്പോൾ ഇക്ക മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ആയത് കേട്ടോ, ഞാൻ പറയാം. അല്ലാണ്ട് ഞാനിങ്ങനെ ഫോഴ്സ് ചെയ്ത് വേഗം പുരയെടുക്കുക നമുക്ക് വേഗം മാറില്ല, ഞാനങ്ങനെ പറഞ്ഞൊന്നുമില്ല കേട്ടോ. പക്ഷെ ആഗ്രഹം ഉണ്ടായിന്, ആവുന്നെങ്കിൽ ആവും, ഇൻഷാ അല്ലാ കയറാം. പക്ഷെ ഇക്കാണ് നല്ല പുര എടുക്കാൻ വേണ്ടി നല്ലോണം എഫേർട്ട് ഇട്ടത്, അതിൻ്റെ ബാക്കിൽ പുറകിൽ നടക്കും, ഇങ്ങനെയല്ല ഇക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നോമ്പാവുന്നതിന് മുമ്പ് തന്നെ കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് എനിക്കാക്ക്. അപ്പോൾ അതുപോലെ തന്നെ നോമ്പിൻ്റെ ഒരു 3 ദിവസം മുന്നേ മറ്റാന്തോ നമ്മൾ പുര കൂടിയിരുന്നത്. ഷാബാൻ 27-നാണ്, ഷാബാൻ 27, ഫെബ്രുവരി 27, 2 മാസം ഒരേ ദിവസമാണ് വന്നത് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ പുര കൂടിയിരുന്നത്. പിന്നെയാണ് പറയാനുള്ളത്, എന്തിനാണ് പ്രഗ്നൻസിയിൽ പുരയെടുത്ത് ഗർഭിണിയിലപ്പോൾ ബുദ്ധിമുട്ടല്ലേ, ഒറ്റയ്ക്ക് പണിയെടുക്കാനാവോ? ഒന്നാമത് ഞാൻ പുരയെടുക്കുന്നതിന് മുമ്പേ കുടിയിരിക്കാനാകുന്ന സമയത്ത് എല്ലാവരും എൻ്റെ വർക്കുന്ന എല്ലാവരും പറഞ്ഞത്, നിഷാന് നോക്കുക മിക്കവാറും പുരയെടുക്കലും മാത്രം ഉറങ്ങലും മാത്രമേ ഉണ്ടാവും, മിക്കവാറും ഓൾ ഉമ്മാരുടെ അടുത്ത് തന്നെയായിരിക്കും തിന്നാനാക്കിയുള്ള തിന്നലും, അങ്ങനെയെല്ലാം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി. കാരണം നമ്മൾക്ക് ഒരാളെ ആശ്രയിക്കാനുണ്ടെന്ന് നമുക്ക് എപ്പോഴാരും തോന്നലില്ല. അപ്പം നമ്മൾ മാക്സിമം വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവ് ഉമ്മയുടെ അടുത്തുണ്ടാകുന്ന സമയത്ത് എനിക്ക് എല്ലാ പണികളും എടുക്കാനറിയാം. പക്ഷെ എന്നാലും മാക്സിമം ഫോണിൽ കളിക്കാനും വെറുതെ ഇരിക്കാനും പിന്നെ ഉമ്മ പറയുമ്പോൾ മാത്രം ഇന്ന് ചെയ്യുക, അങ്ങനെ എല്ലാ മക്കളും അങ്ങനെ തന്നെ ആയിരിക്കും. ഉമ്മ അതെടുക്ക്, അത് ഇത് ചെയ് അങ്ങനെ പറയുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മൾ തന്നെ സ്വയം പോയിട്ട് ഇതാക്കാം. അതായത് എനിക്കിപ്പോൾ ഇത്ര 74 വയസ്സുള്ളപ്പോൾ ഞാനങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാം ചെയ്യാനൊക്കെ അറിയാം എനിക്ക്. പക്ഷെ എന്നാലും ഉമ്മ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ടും മടിച്ചിരിക്കും അല്ലേ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പണികൾ എടുത്ത് മാനേജ് ചെയ്യാൻ പഠിച്ചത് ഇക്കാൻ്റെ വർക്കെന്നാണ് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ വർക്ക് ഇപ്പോൾ ഞാൻ പ്രഗ്നൻസിയിൽ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു, അറിയില്ല, സെഞ്ചുറിന് ഓർമ്മയില്ല കൈസ്. പക്ഷെ എന്തിന് പ്രസവിച്ചതിന് ശേഷമൊക്കെ ഇക്കാരുടെ ഞാൻ ഒറ്റക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായി. ചിക്കയില്ല, ഞാൻ ഉമ്മ ഉപ്പ എന്ന് പറയുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്യാനും ഇതാക്കാൻ. പക്ഷെ എന്നാലും ഉമ്മ ചില സമയത്ത് ഞാൻ കിച്ചണിലില്ലെങ്കിൽ പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകും. കൈയൊന്നുമില്ല, എന്നാലും ഇപ്പോൾ ഞാൻ ഒറ്റക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട് ഉമ്മ. അതുപോലെ തന്നെ ഉപ്പൊക്കെ കഴിയുന്ന ഒരു സമയത്ത് തിന്ന പാത്രം കൊണ്ടുപോയിട്ട് കഴുകുന്ന അങ്ങനെ പോലും ചെയ്യാറുണ്ടായിന് കേട്ടോ. ഏതൊരു സമയത്ത് ഉപ്പൊക്കെ കഴിയുന്ന ഒരു സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിന്. ഉപ്പ തന്നെ തിന്ന പാത്രം കൊണ്ടുപോയിട്ട് വാഷ് ബേസ് കൊണ്ട് കഴുകുന്നത് ഏതോ ഒരു ടൈമിൽ മാത്രം കേട്ടോ. പക്ഷെ രണ്ടാളും വളരെ പ്രായമായ ആൾക്കാരാണ് പറയാൻ ഞാൻ. അപ്പോൾ ആടെ നിന്നാണ് ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്ത് ശീലിച്ചത് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പണിയെടുക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് എന്തോ പോലെയൊക്കെ തോന്നും, പണി. കാരണം ഏജ് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ആ സമയത്ത്. അപ്പോൾ എനിക്ക് എത്ര വയസ്സുണ്ട്? ഷെൻജുവിനെ ഞാൻ പ്രസവിക്കുന്നത് 19ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഒരു 20-21 വയസ്സെന്ന് പറയുമ്പോൾ ചെറിയ പ്രായമാണ് അല്ലേ, തന്നെയല്ലേ, എന്താണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വലിയ വയസ്സൊന്നും അല്ല. അപ്പം ആ ഒരു വയസ്സിൽ
ഒരു പുര ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമുക്കിപ്പോൾ ഇനി എത്ര വയസ്സായാലും എല്ലാവർക്കും പണിയെടുത്തുകൊണ്ടിരിക്കാനല്ല ഇഷ്ടം, എല്ലാവർക്കും വെറുതെ ഇരിക്കാനും ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് വേണ്ടത് കൊണ്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് അല്ലേ. നമുക്ക് ഭക്ഷണം നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയേ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സ്വന്തം പേര് കഴിക്കാനാലും എവിടെ കഴിക്കാനാലും നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് തിന്നാൻ വേണമെങ്കിൽ നമുക്ക് വെറുതെ ഇരുന്നാൽ പോരെ. അപ്പോൾ ഇക്കാലത്തെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് രാവിലെ ഇറങ്ങി എണീക്കുക എന്നുള്ളത്. ഇഷ്ടമേ അല്ലാത്ത കാര്യമാണ്. എൻ്റെ പേർക്കുന്ന ഞാൻ അത്ര 11-12 വരെ കിടന്നുറങ്ങുന്ന ആളാണ്. പക്ഷെ ഇക്കാലമായിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ എണീക്കണം. അതെനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ് രാവിലെ ഉറങ്ങി എണീക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ രാവിലെ എണീക്കാറുണ്ട്, നേരം വൈകിട്ട് എണീക്കാറുണ്ട്. പിന്നെ ഉമ്മ ഉപ്പവും പ്രായമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മളെ പോലെ അല്ല, അവർക്ക് കൃത്യമായുള്ള ഭക്ഷണ രീതികളുണ്ട്. നമുക്ക് ഇപ്പോൾ 12 മണിക്ക് എണീച്ചിട്ട് കത്തിലെടുക്കാം, 4 മണിക്ക് ചോറ് കഴിക്കാം. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. എന്താണ് ഉമ്മ പിന്നെ എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം നേരം പെയ്താലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഉപ്പ കുറച്ച് ടാബ്ലറ്റൊക്കെ കഴിക്കുന്ന ഒരാളായതുകൊണ്ട് ഉപ്പൊക്കെ കറക്റ്റ് ടൈമിൽ ഫുഡ് വേണം. അപ്പോൾ അങ്ങനെയൊക്കെ എന്താണ് രാവിലെ എണീക്കുക, കത്തിലുണ്ടാക്കി ടേബിളിൽ കൊണ്ടുവെക്കുക, അത് കൊണ്ടുപോയി കഴുകുക, അത് കഴുകുമ്പോഴത്തേക്ക് ഉച്ചക്കത്തെ പണി സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് പണിയെടുത്ത് ശീലിച്ചത് ആടുന്നാണ്ടാ. എനിക്ക് പണികൾ അറിയില്ല എന്നല്ല, എല്ലാം എടുക്കാൻ അറിയും. പക്ഷേ സ്വന്തം പേർക്ക് നമ്മൾ ഉമ്മ സഹായിക്കാനുണ്ടായത് കൊണ്ട് നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കുമെന്ന് മാത്രം. പക്ഷെ ആഴെത്തുമ്പോൾ ഒറ്റയ്ക്കാവുമ്പോൾ എന്തായാലും നമ്മൾ എടുത്തേ പറ്റും. അങ്ങനെയാണ് ഞാൻ ശീലിച്ചത് കേട്ടോ. അവിടെ നിന്നാണ് അങ്ങനെ ശീലിച്ചത്. ഇപ്പോൾ ഞാൻ കുറച്ചായി അങ്ങനെ അവിടെ നിൽക്കാത്തത് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഷെൻജുവിന് സ്കൂൾ സ്റ്റാർട്ടായി, അങ്ങനെയെല്ലാം ആയതുകൊണ്ട് അങ്ങനെ നിൽക്കാൻ പറ്റാറില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഇപ്പം അങ്ങനെ നിൽക്കില്ല. അപ്പോൾ ആദ്യമൊക്കെ കുറേ നിന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അവിടെ നിന്നാണ് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പണിയെടുത്ത് ശീലിച്ചത്. അപ്പോൾ എൻ്റെ വർക്ക് ഞാൻ അടിക്കൂല തുടക്കൂല. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ക്ലീനിങ്. ഇഷ്ടമേ അല്ല, അടിക്കാൻ ഇഷ്ടമല്ല, തുടക്കാൻ ഇഷ്ടമല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഗൈസ്. കുക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്നല്ല, കുക്ക് ചെയ്യും. അങ്ങനത്തെ വലിയ മടിയൊന്നുമില്ല, കുക്ക് ചെയ്യും. പക്ഷേ അടിക്കാനും തുടക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ എൻ്റെ അടുക്ക് എനിക്ക് തോന്നിയിട്ടാണ് 8ലേക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ കറികളൊക്കെ വെക്കാൻ സ്റ്റാർട്ട് ചെയ്തതിന്. അങ്ങനെ അടുക്കള പണിയൊക്കെ കുറേ പഠിച്ചു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ സമയത്ത് അത് പഠിച്ചത് കൊണ്ട് ഞാനിപ്പോൾ ഇക്കാൻ്റെ പേർക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമായിരുന്നു. ചിലപ്പോൾ ഞാൻ ഈ ഫുഡൊന്നും ആക്കാൻ അറിയാത്തൊരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ചിന്തിക്കലുണ്ട്, ഞാൻ ഫുഡൊന്നും ആക്കാൻ അറിയാത്തൊരു പെണ്ണാണെങ്കിൽ എന്തായിരിക്കും ഞാൻ അവിടെ പോയിട്ട് ചെയ്യാമെന്ന് ഞാനിങ്ങനെ ആലോചിക്കലുണ്ട് കേട്ടോ. പക്ഷെ ഫുഡൊക്കെ ആക്കാൻ പഠിച്ചുകൊണ്ട് ഉമ്മനെ പഠിപ്പിച്ചത് കൊണ്ട് മാഷാല്ലാ അതിനൊന്നും ഇപ്പം ആണെങ്കിലും ഇപ്പോൾ ഇക്കാക്കും ഷെൻജുക്കൊക്കെ അടിപൊളി എനിക്ക് നമ്മളെ സ്വയം പ്രകൃതിക ഗൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുഡൊക്കെ വെച്ച് കൊടുക്കാനൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുന്നുണ്ട്. അത്ര ചെറുപ്പത്തിൽ ഫുഡൊക്കെ ആക്കാൻ പഠിച്ചതുകൊണ്ട്. ഓക്കേ, അപ്പോൾ പിന്നെന്താണ്, അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ പര കുടിയിരിക്കുന്ന സമയത്ത് എല്ലാവരും ചോദിച്ച് പ്രഗ്നൻ്റ് അല്ലേ, പ്രസവിച്ച് കഴിഞ്ഞിട്ട് കൂടിയിരുന്നാൽ പോരെ, ആവണമെങ്കിൽ അങ്ങനെ ചോദിച്ചവരും ഉണ്ട്. ചില ആൾക്കാരുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും, ഇപ്പം ഗർഭിണിയിൽ ഇപ്പം എന്തിനിപ്പോൾ പരടുത്തിന് അങ്ങനെ പണിയെടുക്കൽ പെണ്ണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ഈ പ്രഗ്നൻസിയിൽ പണിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ മാഷാഅല്ലാഹ് ഇപ്പം ഞാൻ പറഞ്ഞില്ല 9-ാം മാസം സ്റ്റാർട്ട്. ഞാൻ പോലും എന്നെ എങ്ങനെ വിചാരിച്ചില്ല ഈ 9-ാം മാസം പ്രസവിക്കാനായ ഈ സമയത്ത് എൻ്റെ പേർക്കത്തെ പണിയെടുത്ത് ഇങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ പോലും എന്നെ വെച്ച് കരുതിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ സമയം ചിന്തിക്കും എനിക്കാവും അപ്പം. പക്ഷേ ഒരുപക്ഷെ ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടാണ് പര കൂടിയിരിക്കുന്നതെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. കാരണം ചെറിയ കുഞ്ഞി അതിനെ നോക്കണം, ഷെൻജുവിനെ നോക്കണം, ഷെൻജുവിനെ സ്കൂളിലാക്കണം, ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും ഉറപ്പായിട്ടും. പക്ഷേ പ്രസവിക്കുന്നതിന് മുമ്പേ കൂടിയിരുന്നത് കൊണ്ട് എന്തായി, ഞാൻ പുരയായിട്ട് നല്ല അഡ്ജസ്റ്റഡായി. പിന്നെ എല്ലാ പണികളും ഇപ്പോൾ എടുക്കും, അടിക്കും, തുടക്കും, ഫുഡ് ഉണ്ടാക്കും, എല്ലാം ചെയ്യണം അല്ലേ.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇക്ക ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇക്ക നോമ്പിൻ്റെ സമയത്ത് ഇക്ക ഇവിടെ തന്നെ ഉണ്ടായതുകൊണ്ട് ആ സമയത്ത് എന്താണ് ജസ്റ്റ് ഇക്ക ഓട്ടോ എടുക്കാൻ നിർത്തിയിട്ടുണ്ടായത്. നമ്മൾ പരൻ്റെ ആ തിരക്ക് സമയത്തെല്ലാം ആയതുകൊണ്ട് കൂടിയിരുന്നവർ നിർത്തിയിട്ടുണ്ടായത്. അപ്പോൾ ആ സമയത്ത് നോമ്പിൽ നിങ്ങൾ വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ടാവും ഫുൾ ടൈം ഇക്ക എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം ഇക്ക പണിക്ക് പോന്നു, ഞാൻ വരയിൽ പണിയെടുക്കണം. ഇക്ക വന്നാൽ ഇക്ക ചില ദിവസങ്ങളിൽ അടിക്കും തുടക്കം വൃത്തിയാക്കൊക്കെ ചെയ്തു തരും. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ഉമ്മ ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ സിങ്കിൽ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴുകും. അതുപോലെ തന്നെ ചില ദിവസങ്ങൾ ഫുഡ് ഏതെങ്കിലും നേരം ഫുഡൊക്കെ ആക്കും. പിന്നെ ഇക്ക ഇടയ്ക്ക് ദുബൈയിൽ പോയിട്ടുണ്ടായ സമയത്ത് ഞാൻ ചില സമയത്ത് ഉച്ചക്കത്തെ ഫുഡ് അവിടെ പോയിട്ട് കഴിക്കും. അപ്പം പിന്നെ കുറേ ആൾ എന്താണ് രണ്ടാൾക്കും കൂടിയിട്ട് ഒന്നിച്ച് തന്നെ ആക്കിയാൽ പോരെ, എന്തിനും വീഡിയോ ആക്കുന്നു, ആടാക്കിയിട്ട് രണ്ടാൾക്കും കഴിച്ചാൽ പോലെ, ഒരാൾ കറി വെച്ച് ഒരാൾ പത്തിരിട്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ പരെടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അവിടെ തന്നെ നിന്നാൽ പോരെ ഗൈസ്, മനസ്സിലായോ? പക്ഷെ നമ്മൾ പരയെടുത്ത് ഫുഡെല്ലാം അവിടെ ഉമ്മാക്കുന്ന പോയിട്ട് കഴിക്കുന്ന അതിലൊരു സുഖമില്ല. പരയെടുത്ത് തന്നെ ആ പേർക്ക് പണിയെടുക്കണം എന്ന് വെച്ചാൽ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടം മുട്ടിയിട്ട് നിൽക്കുന്നതല്ല, എന്നാലേ അതിലൊരു രസമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ പിന്നെ വിചാരിക്കും രാവിലെ ആക്കിയ കറി രാത്രി വരെ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്. പക്ഷേ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ആക്കി പോവാണ്. ഇപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിച്ചെങ്കിൽ ഞാൻ ഉച്ചക്കേക്ക് എന്തെങ്കിലും ആക്കും, ഉച്ചക്ക് എന്തെങ്കിലും അത് തീർന്നിട്ട് ഞാൻ രാത്രി എന്തെങ്കിലും ആക്കും. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോലും വിചാരിച്ചില്ല ഞാൻ രാവിലെ ഒരു ഇതാക്കും ഉച്ചക്കൊരു ഇതാക്കും. പക്ഷേ സിമ്പിളായിട്ടായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഉച്ചക്ക് കഞ്ഞി ഒരു മുട്ട പൊരിച്ചായിരിക്കും, ചിലപ്പോൾ ഉച്ചക്ക് നല്ല കഞ്ഞി നല്ല കറിയും ഉണ്ടാവും. അങ്ങനെയൊക്കെ ചില സമയത്ത് ഉച്ചക്ക് രാത്രിത്തോളം ഫുഡൊക്കെ അങ്ങനെ നീട്ടി വെക്കും. അപ്പോൾ ഞാനങ്ങനെ എന്താണ് ചില സമയത്ത് കറികൾ രാത്രി വരെ ഉണ്ടാവും അങ്ങനെ. പക്ഷെ അധികം മിക്ക ദിവസങ്ങളിൽ 3 നേരം ഫുഡ് ആക്കാറുണ്ട് കേട്ടോ. അതാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ക്വാണ്ടിറ്റി കുറച്ചേ വേണ്ടൂ, അതുകൊണ്ടായിരിക്കണം അങ്ങനെ ആക്കുന്നതിന് വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നത്, എനിക്കറിയില്ല. അങ്ങനെ പിന്നെ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ടാണ് പരടുത്ത് മാറിയെങ്കിൽ ശരിക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഡെലിവറിക്ക് മുന്നേ പരടുത്ത് മാറിയത് എത്രയോ നല്ലതായി, മനസ്സിലായോ? എത്രയോ നല്ലതായി വെച്ചാൽ എത്രയോ നല്ലതായി. പിന്നെന്താണ്, പിന്നെ കുറേ പേര് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഉമ്മാരുടെ അടുത്തായിരിക്കും അല്ലേ നിൽക്കുന്നത്. ഫ്രണ്ട്സ് ഇങ്ങനെ മെസ്സേജ് ആക്കുമ്പോൾ ചോദിക്കാൻ പറഞ്ഞല്ല, ഞാൻ പുതിയവർക്ക് തന്നെയാണ് നിൽക്കുന്നത്, ഒറ്റയ്ക്ക് തന്നെ അല്ലേ. ഞാൻ പറഞ്ഞത് നമുക്കൊരാൾ ആശ്രയിക്കാൻ ഉണ്ടാകുമ്പോൾ നമ്മളെന്തായാലും മടിച്ചിരിക്കും. ആരും ആശ്രയിക്കാനില്ല എന്ന് അറിയുമ്പോൾ നമ്മൾ താനേ പണിയെടുത്ത് ജീവിച്ചു പോകും ഗൈസ്, അങ്ങനെയാണ്, മനസ്സിലായോ? പക്ഷെ ഞാനൊരിക്കലും വിചാരിച്ചതല്ല ഞാനിങ്ങനെ ഈ ഗർഭിണിയായിട്ടിരിക്കുമ്പം ഇങ്ങനെ പുറക്കിൽ പണിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്തു പോകുമെന്ന് ഞാൻ വീണ്ടും എന്നെക്കുറിച്ച് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടാണ് മാഷാഅല്ലാഹ്. പക്ഷേ പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇതുവരെ വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോന്നു. എന്ന് വിചാരിച്ചിട്ട് ഫുൾ ടൈം ആക്റ്റീവായിട്ടിരിക്കുക, ഫുൾ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ എന്തല്ല കേട്ടോ. എന്താണ്, ഞാനിപ്പോൾ എൻ്റെ പണികൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം റെസ്റ്റ് എടുക്കും. ഞങ്ങൾക്ക് കിടക്കണം തോന്നി ഞാൻ പോയിട്ട് കിടക്കും. സ്വന്തം വരെയൊക്കെ അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. ഇപ്പം ഉമ്മാരുടെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെ, സ്വന്തം ഉമ്മാണെങ്കിൽ തന്നെ പറയൂല നമ്മളെ ഇതിന്ന് ഇങ്ങനെ ഫോണിൽ കളിക്കുന്നത്. എല്ലാ ഉമ്മമാരും അങ്ങനെ അല്ലേ, എല്ലാ ഉമ്മാമക്കും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. അങ്ങനെ ഫോണിൽ കളിക്കുന്നത്, തുണിപ്പായ മടിക്ക് വെച്ചൂടെ, അതാക്കിക്കൂടെ ഏത് ഉമ്മായാലും ചോദിക്കും അല്ലേ. ഇപ്പം ഞാനായാലും എൻ്റെ ചെന്തുകൊണ്ട് ചിലപ്പോൾ ഇപ്പോഴത്തേക്കാണ് അങ്ങനെ എനിക്ക് ചോദിക്കില്ലേ. അത് എന്താണ്, അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ സ്വന്തമായിട്ട് ആയിക്കഴിയുമ്പം എന്താണ്, അപ്പോൾ എല്ലാവരും വിചാരിക്കും ഹോളീനാന്നല്ലേ പുരയെടുത്തിട്ട് പോയിന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. സ്വന്തമായിട്ട് വരാമെന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. എല്ലാവരും ആ ഒരു സ്വപ്നം പഠിച്ചവൻ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കലകളൊക്കെ. അപ്പോൾ ഞാൻ ഈ പേർക്ക് വന്നിട്ട് ഞാൻ തേങ്ങ വിളിക്കാറില്ല, തേങ്ങ ചേർക്കാറില്ല. അത് ഉമ്മാണ് എനിക്ക് കൊണ്ടു തരുത്തിട്ടോ. ഉമ്മ തേങ്ങ ചരച്ച് കൊണ്ടുതരും. അപ്പം അങ്ങനെയാണ് ഞാൻ തേങ്ങക്കറി വെക്കുന്നത്. അങ്ങനെയാണ് ഉമ്മാണൊക്കെ തേങ്ങ കൊണ്ടുത്തരുത്ത്. ഞാൻ തേങ്ങ വിളിക്കാറ് ഇതാക്കാനൊന്നും പോലില്ല ഗൈസ്. കാരണം വെച്ചാൽ പിന്നെ ഞാൻ തേങ്ങ ചേർക്കുന്ന സാധനം എൻ്റെ പെരക്കേക്ക് വാങ്ങിച്ചിട്ടുമില്ല ഇവിടെ. കാരണം അമ്മി ഞാൻ യൂസ് ചെയ്യൂല. അപ്പം അമ്മിയിലാണ് ഈ തേങ്ങ എടുക്കുന്ന സംഭവം വെക്കൽ. അത് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനത്തെ സംഭവമേ ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ തേങ്ങൻ്റെ ഇറക്കുന്നതിൻ്റെ ഒരു മെഷീനൊക്കെ ഉണ്ട്, പക്ഷെ അത്
അത് അത് വാങ്ങിയിട്ടില്ല, അങ്ങനത്തെ സംഭവം വാങ്ങിയിട്ടുമില്ല. അപ്പം തേങ്ങ ഉമ്മ കൊണ്ടു തരുന്നത് കേട്ടോ. പിന്നെ ഇത്ര ചെറുപ്പത്തിൽ എന്തിനും പേരെടുത്തിന് ആ കുഞ്ഞ് ചെറുതുണ്ടല്ലോ. പക്ഷെ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ വയസ്സായിട്ട് മരിക്കാനാവുമ്പോൾ പറയണം. ഇപ്പോൾ വയസ്സായാലെല്ലാം മരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെയാണ് അധികം മരിച്ചു പോകുന്നതല്ലേ. എല്ലാവർക്കും ദീർഘായുസ് നൽകട്ടെ. അപ്പം ഞാൻ പറയുന്ന സൗണ്ട് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ, നല്ല പറയുന്നുണ്ട്. അപ്പം എന്താണ്, നമുക്ക് എത്ര നേരത്തെ എടുക്കാൻ പറ്റുന്നോ അത്രയും കാലം നമുക്ക് പഠിച്ചൻ ആയുസ് തരികയാണെങ്കിൽ അത്രയും കാലം ആ പറഞ്ഞുള്ളിൽ ജീവിക്കാൻ പറ്റും. അപ്പം ഞാൻ ആഗ്രഹിച്ചത് അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനൊക്കെ വയസ്സായിട്ട് വീടെടുത്തിട്ട് എന്തിനാണ്, അതിനേക്കാൾ നല്ലത് നമ്മൾ ചെറുപ്പമില്ലപ്പം വീടെടുത്തിനെങ്കിൽ അത്രയും എൻജോയ് ചെയ്യാൻ പറ്റും ജീവിതം. അല്ലാണ്ട് പ്രായമായിട്ട് വീടൊക്കെ എടുത്ത് വെച്ചിട്ട് എന്തിനാ. അപ്പോൾ ഇപ്പം തന്നെ ചില സമയത്ത് ഇക്ക പോലും പറയും ഇനി ബാക്കിയുള്ളതല്ല ഷെൻസാൻ്റെ കല്യാണം ആകുമ്പോൾ. ഞാൻ പറഞ്ഞു ഷെൻസാൻ്റെ കല്യാണത്തിന് കാണാൻ വേണ്ടിയിട്ടില്ല, എനിക്ക് കാണാൻ വേണ്ടിയിട്ട്, നമുക്ക് കാണാൻ വേണ്ടി, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ചില സമയത്ത് പറയും കേട്ടോ. അല്ലാണ്ട് കുഞ്ഞ് വലുതായിട്ട് ഓളം അങ്ങനെ സമയമാകുമ്പോഴത്തേക്ക് പുതുക്കാൻ ഇതാക്കാനൊന്നുമല്ല. എനിക്ക് കാണണം, നമുക്ക് കാണണം, നമുക്ക് ജീവിക്കണം. ഞാൻ ചില സമയത്തേക്ക് ഇങ്ങനെ പറയും അങ്ങനെ എന്തൊക്കെ പണിയൊക്കെ ബാക്കിയുമ്പോൾ. ഷെൻസ വലുതായിട്ടും പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ പണി ബാക്കിയാ, കുഞ്ഞ് ചെറുതുണ്ടല്ലപ്പാ എന്തത്ര. ഇപ്പം ഞാൻ ചില സമയത്ത് അങ്ങനെ പറയും, വെറുതെ എന്ന് പറയും, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്താണ്, പറ്റുവാണെങ്കിൽ എത്രയും വളരെ നേരത്തെ വീടെടുക്കുന്നതാണ് നല്ലത്. അത്രയും നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. അന്ന് വിചാരിച്ചിട്ട് ഉമ്മാൻ്റെ അടുത്തുണ്ടാകുമ്പോൾ ലൈഫ് എൻജോയ് അല്ല എന്നല്ല, ഉമ്മാരുടെ കൂടെ നിൽക്കുമ്പോഴുള്ള സന്തോഷം വേറെ, പിന്നെ നമ്മയും മാപ്പിളയും മാത്രമായിട്ട് നിൽക്കുമ്പോഴുള്ള സന്തോഷം വേറെ. രണ്ടും സന്തോഷം തന്നെയാണ് കേട്ടോ. മനസ്സിലായ? പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ എൻ്റെ പെരക്കാടെ ഞാൻ പോവാറേ ഇല്ല, എപ്പെങ്കിലും പോയാലായി എന്ന് പറയാം കേട്ടോ. പിന്നെ സിയൊക്കെ അധികം ഇവിടെ തന്നെ ഉണ്ടാവും. TV ഉണ്ടായതുകൊണ്ട് പിള്ളമാരൊക്കെ അധികം ഇവിടെ തന്നെ. പിന്നെ ഉമ്മാവും അവർക്ക് വന്ന ഇവിടെ ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലും ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു തരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വീടെടുത്തെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യണം അങ്ങനത്തെ ഒരു മൈൻഡൊന്നും എനിക്കില്ല. വളരെ അത്യാവശ്യം വരികയാണെങ്കിൽ സഹായിക്കാൻ അടുത്ത ഉമ്മ ഉണ്ടല്ലോ, മനസ്സിലായ, ഒരു ആശ്വാസം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ ഉമ്മാക്കും പണിയുണ്ട്, ഉമ്മാക്കും ഫുഡാക്കണം. ഉപ്പ അനിയത്തിയുണ്ട്, അനിയനുണ്ട്, അപ്പോൾ അവർക്ക് ഫുഡാക്കണം. അവിടെയും പണിയുണ്ട്, തുണിപ്പായ അലക്കണം, തുണിപ്പായ മടക്കണം. സിയാനെന്ന് പറയുമ്പോൾ അവളിപ്പോൾ 7 കഴിഞ്ഞതേലും, മനസ്സിലായി. അപ്പോൾ അവിടെയും പണിയുണ്ട്. അപ്പോൾ അവിടുത്തെ പണിയെടുത്തിട്ട് അന്യം വന്നിട്ട് എനിക്കുള്ള പണിയെടുത്തരണം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കിപ്പം ഒറ്റയ്ക്ക് പണിയെടുത്ത് പോകുന്നതിൽ അങ്ങനെ മാഷാഅല്ലാഹ് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ മാക്സിമം റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ പണികൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പല ഇരുന്ന സമയത്ത് ഡോക്ടറാണ് ചോദിക്കേണ്ടത്, ഒറ്റക്കായിട്ട് റെസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാൻ മാക്സിമം റെസ്റ്റൊക്കെ എടുത്തിട്ട് തന്നെയാണ് പണിയെടുക്കൽ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കുകയൊന്നുമില്ല എന്നാണ് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ്, പിന്നെ ഇതെന്ത് പറയാനുള്ളത് അല്ലേ, ഇത്ര പോരെ മതിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനെന്തെങ്കിലും പറയാൻ വിട്ടെങ്കിൽ ചിലപ്പോൾ വയ്യ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഓർമ്മയെത്തി. ഇപ്പം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് ഞാൻ തന്നെ എനിക്ക് കേൾക്കണ്ടേ, എവിടെയെങ്കിലും ഇതൊക്കെ കട്ട് ചെയ്യാനുണ്ടൊക്കെയോ എന്നൊക്കെ നോക്കണം. പിന്നെ ഇത്രയാണ് പറയാനുള്ളത്. ഇനിയിപ്പം അടുത്ത ആൾ വന്നു കഴിഞ്ഞാൽ അത് എനിക്ക് എത്രത്തോളം എന്നെ എഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒറ്റയ്ക്ക് പഴുത്തത് അറിയില്ല എനിക്ക് എങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പം പുതിയ ബേബി വന്നു കഴിഞ്ഞാൽ അത്രയും മനസ്സിലാവും എങ്ങനെ ഉണ്ടാവും രണ്ടും പിള്ളേരെയും കൊണ്ടുള്ള ഒരു ജീവിതം എന്നുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പം വേറെന്താ ഗൈസ് പറയാനുള്ളത്? പിന്നെ പറയുന്നത്, ഈ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ ആടെ എൻ്റെ പെറുക്കുണ്ടാകുമ്പം ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ വളരെ ബാക്കോട്ടെന്ന് വെച്ചാൽ വളരെ ബാക്കോട്ടാണ് കേട്ടോ. അതായത് പഠിക്കുന്നതിന്, തുടക്കുന്നതിന്, എൻ്റെ റൂമിൻ്റെ കോലായാലും അതൊക്കെ ഭയങ്കര എത്ര വലിയ വൃത്തിയാക്കുന്ന കൂട്ടത്തിലൊന്നുമല്ലാണ്. പക്ഷേ ഇവിടെ വന്ന സമയത്ത് അങ്ങനെയല്ല കേട്ടോ. കിച്ചണ് ഏകദേശം എല്ലാ സമയത്തും മാഷാഅല്ലാഹ് നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. എൻ്റെ റൂമാണെങ്കിലും ശരി, എൻ്റെ അലമാരകളായാലും ശരി, അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെയാണ് ഞാനിപ്പോൾ സൂക്ഷിച്ച് വെക്കുന്നത്. ഒന്നാമത് ആടെ ഉണ്ടായപ്പോൾ എൻ്റെ റൂം മുകളിലാണ്. അപ്പോൾ അത് ഭയങ്കര മടിയിലൊരു കാര്യമാണ് മുകളിൽ കയറിയിട്ട് ക്ലീൻ ചെയ്തിട്ട് വരിക എന്നുള്ളത്.
നമ്മൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും സമയത്ത് പോയിട്ട് ഒന്ന് ഉറങ്ങിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒന്ന് രാത്രിയാണ്. അപ്പോൾ രാത്രി പോയാൽ നേരെ ബെഡ് കാണും ഉറങ്ങാമെന്നല്ലാണ്ട് ബാക്കി പണികൾ ചെയ്യാമെന്നുള്ള മൂടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അടിച്ച് തുടച്ച് ബെഡ്ഷീറ്റൊക്കെ പിരിച്ച് കിച്ചണൊക്കെ വൃത്തിയാക്കി അലമാരൊക്കെ തുണിപ്പായം അറിഞ്ഞിട്ട് തുണിപ്പായ കൊണ്ടുവന്ന് ഓൺ ദി സ്പോട്ട് മടക്കി വെച്ച്. പക്ഷേ ആടെ ഉണ്ടാകുമ്പോൾ അല്ല, ആടെ കുട്ടി വെക്കും ഞാൻ. അലക്ക് തുണിപ്പായെല്ലാം സോഫൻ്റെ മേലെ കൊണ്ടുവിടും. പിന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ മടക്കി അങ്ങനെയൊക്കെയാണ്. പക്ഷെ ആ ഒരു കാര്യത്തിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടായത്. ക്ലീനിങ് മാഷാല്ലാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാനിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ബാത്റൂം കഴുകുന്നതിനായാലും കിച്ചൺ വൃത്തിയാക്കുന്നതിലായാലും എല്ലാത്തിലും അത് ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. പക്ഷെ നല്ല രീതിയിൽ കൊണ്ടുപോയാലും കച്ചറാക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിപ്പം ഇന്നലെ അടിച്ച് തുടച്ച് ഇന്നലെ രാത്രി ആകുമ്പോഴത്തേക്കിനെ ചെന്ത അവിടേക്ക് ഇവിടെയൊക്കെ കാട്ടാക്കാൻ തുടങ്ങി. ഓക്കെ, ആ ഒരു കാര്യത്തിൽ നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാവരും രണ്ട് പേർക്കാരനും എല്ലാവരും കരുതിയിട്ടുണ്ടായത് ഞാൻ ഇവിടെ പരിവൊക്കെ ഇരുന്നാലും ഇവിടെ ഉറക്കം മാത്രമായിരിക്കും, ഉമ്മാനെടുക്കുന്നതാണ് ഫുഡ് എന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ എല്ലാവരും ആ ധാരണ മാറിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒറ്റക്കായാലും എന്താണ് എല്ലാ പണികളും എടുത്ത് ജീവിക്കാൻ എനിക്കറിയാം ഗൈസ്. മനസ്സിലായോ? പിന്നെന്താ ഗൈസ് പറയാനുള്ളത്? ഏകദേശമൊക്കെ ആയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഈ പ്രഗ്നൻസിനെ കുറിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ കുറേ സംസാരിക്കാനുണ്ട്. അത് ഇൻഷാല്ലാ ഒരു വീഡിയോ ആയിട്ട് എടുത്ത് വെക്കണം. ഡെലിവറി കഴിഞ്ഞാൽ പബ്ലിക്കാക്കണം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പം എനിക്ക് തോന്നിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്നാണ് തോന്നുന്നതല്ലേ. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, എല്ലാം ആയോന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പം കുറേ ആൾക്കാരുടെ മനസ്സിൽ ചോദിക്കാൻ വെച്ച കാര്യങ്ങൾ, എന്തിനാണ് ഗർഭിണിയുള്ളപ്പം പലയിടത്ത് പോയത് എന്നുള്ളതിനെ കുറച്ച് ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോ തന്നെ. അതുപോലെ തന്നെ എൻ്റെ പ്രഗ്നൻസി നമുക്ക് എത്ര മന്തായെന്ന് കുറേ ആൾക്കാർക്ക് അറിയണമെന്നുണ്ടായിന്. അതും പറഞ്ഞ് എനിക്ക് 9 മന്ത് സ്റ്റാർട്ടായി. ജൂൺ 25-നാണ് എൻ്റെ ഡേറ്റ്. അപ്പോൾ മറ്റന്നാൾ ജൂൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇൻഷാല്ലാ. എല്ലാവരും ഇതുവരെയ്ക്ക് ഓക്കെ, ഇത്രയൊക്കെ പറയാനല്ലോ. പറയാം ഓക്കെ, മതി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല ഈ ഒരു വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ. ടാറ്റാ.